ചേട്ടാ, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മിടുക്കരായ കണിയാന്മാരെവിടെയുള്ളതെന്നറിയോ? കണിയാന്മാരെന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാർ, പണിക്കർമാർ, ഗണിച്ചറിയുന്ന മിടുക്കരായ ആളുകൾ എവിടെയുള്ളത്? എവിടെയാ സാധാരണ എവിടെയുള്ളത്? മാധ്യമങ്ങളിലാ. പക്ഷെ അല്ല, DC ബുക്സിന്റെ എഡിറ്റോറിയൽ ടീമിലാണ് അത്തരത്തിലുള്ള ഒരു. DC ബുക്സിലോ? DC ബുക്സ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം പാരമ്പര്യമുള്ള പ്രസാധകരല്ലേ, അവർക്ക് എന്തിനാ കണിയാന്മാരുടെ ആവശ്യം? ജ്യോതിഷവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവിന്റെ ഈ ജനനം മുതൽ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന ദിവസം വരെയുള്ള കാര്യങ്ങൾ ഇത്രയും കൃത്യമായി എണ്ണി എണ്ണി തന്റെ ബുക്കിൽ എഴുതി വെക്കാൻ മിടുക്ക് വേണ്ടേ? അത് വേണം. മിടുക്ക് മാത്രമല്ല, പുസ്തകത്തിന് പേര് ഇട്ടു, പരിപ്പോടെയും കട്ടൻ ചായയും പരിപ്പോടെയും. എന്റെ പുസ്തകത്തിന് അങ്ങനെ ഒരു പേരിടുമോ ഞാൻ എന്നാണ് EP ചോദിച്ചത്. നോക്കൂ, ഈ പുസ്തകം കൊണ്ടുവന്ന് ഇറക്കാൻ, പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ച ദിവസമാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 2 മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ. ഒരു ലോക്സഭാ മണ്ഡലവും അവിടെ പ്രത്യേകിച്ച് ഇവർക്ക് കാര്യമൊന്നുമില്ല, എന്നാൽ പോലും 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന് ഇവര് അവകാശപ്പെടുന്ന സമയത്താണ് LDFന്റെ കൺവീനറായിരുന്ന ഇടതുപക്ഷത്തിന്റെ CPMന്റെ സമുന്നതനായ നേതാവ്, സീനിയർ മോസ്റ്റ് നേതാവായിട്ടുള്ള EP ജയരാജന്റെ പുസ്തകം പുറത്തുവിടുന്നത്. അതിൽ ഈ പാവം പാർട്ടി മാറി വന്ന് അവിടെ ഒരു 25% വോട്ടെങ്കിലും കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സരിനെതിരെ വരെ EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പുസ്തകം പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ തീയതിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. DC ബുക്സിനും ഞാനുമായി ഒരു കോൺട്രാക്റ്റും ഇല്ല, എനിക്ക് ഈ പുസ്തകം എങ്ങനെ പുറത്തു വന്നു എന്ന് അറിയില്ല എന്ന് EP ജയരാജൻ പറയുമ്പോൾ DC ബുക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം, അഭിഷേക്, നമ്മുടെയൊക്കെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ കേൾക്കുന്ന പേരാ, പുസ്തകം വാങ്ങി വായിക്കുന്നവരാണ്. DC ബുക്സ് അങ്ങനെ EP ജയരാജനെ പോലെ സമുന്നതനായ ഒരു നേതാവിന്റെ പുസ്തകം വ്യാജനടിച്ച് വിൽക്കും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും. അത് EP ജയരാജന്റെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇതിന്റെ ഈ ഉള്ളടക്കം എങ്ങനെയോ മാധ്യമ പ്രവർത്തകർക്ക് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്ന ഈ സമയത്ത് ആ പുസ്തകത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ EP ജയരാജൻ എന്ന കണ്ണൂർ രാഷ്ട്രീയത്തിൽ അധികം മടിയുണ്ട് എന്ന് വേണം പറയാം. പക്ഷേ DC ബുക്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പൊ ഇറക്കിയ ചൂടപ്പം പോലെ വിറ്റ് പോകുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പുസ്തകങ്ങൾ ബുക്ക് സ്റ്റാളുകളിൽ എത്തി പ്രസാധനം കഴിഞ്ഞാൽ വിൽക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയില്ല. അപ്പോൾ പക്ഷേ ഈ പ്രശ്നം വന്നതോടുകൂടി എന്തായാലും DC ബുക്സുകാർക്ക് EPയെയും ബാക്കിയുള്ള സംവിധാനങ്ങളെയും അല്പസ്വല്പമൊക്കെ പേടിയുണ്ടാവുമല്ലോ. കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ അത്തരം സ്വല്പം പിണക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. EPയെ പോലൊരു നേതാവ് ഇത്രയും അസ്വസ്ഥനായിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? ആർക്കാണ് EP ജയരാജനെ ഒതുക്കാൻ ഇത്ര വ്യഗ്രത? ചേട്ടാ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായിക്ക് മുന്നേ ഒരു പ്രസക്തനായ ഒരു നേതാവായിരുന്നു. പിണറായി കാലത്ത് തന്നെ പ്രസക്തനായ ഒരു നേതാവാണ് എടവൻ പുതിയ വീട്ടിൽ ജയരാജൻ എന്ന EP ജയരാജൻ. അദ്ദേഹം കണ്ണൂരിൽ ഈ CPM RSS തർക്കം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ബാഹ്യ സംഘർഷങ്ങൾ കണ്ണൂർ ജില്ലയിൽ പതിവായിരുന്ന കാലത്ത് പാർട്ടിയുടെ മുഖമായി മുന്നിൽ നിന്ന ഒരാളാണ് EP ജയരാജൻ. അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് പല പൊസിഷനിലേക്ക് എത്തുന്നു, കേരളത്തിൽ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ പല ചുമതലകൾ വഹിക്കുന്നു. കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രബലനായ ഒരു നേതാവെന്ന് പറഞ്ഞാൽ തീർച്ചയായും കേരളത്തിലെ ഒരു മന്ത്രിക്ക് സമാനമാണ്. അപ്പോൾ അത്തരത്തിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്നു വരുന്ന EP ജയരാജൻ പക്ഷേ തനിക്ക് പിന്നാലെ വരുന്ന ആളുകൾ മുന്നേറിയപ്പോൾ മുന്നിലേക്ക് പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു. അതിൽ അദ്ദേഹത്തിന് തന്നെ ചെറിയ ചെറിയ വിയോജിപ്പ് അല്ലെങ്കിൽ നമുക്കുണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് വന്ന് നമ്മുടെ ഒരു ജൂനിയറായിട്ട് വന്ന ഒരാൾ പെട്ടെന്ന് കയറി പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഈഗോ ഉണ്ടാകും. അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും EP ജയരാജൻ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും CPMനെ പ്രതിരോധത്തിലാക്കുക, അല്ലെങ്കിൽ അവനങ്ങനെ മിടുക്കനാകണ്ട എന്നുള്ള ഒരു രീതിക്കുള്ള കാര്യങ്ങളാണ് EP ജയരാജൻ പലപ്പോഴും ചെയ്തത്. അതായത് പണ്ട് VS അച്യുതാനന്ദൻ ചെയ്ത ചില നയങ്ങളോട് അച്യുതാനന്ദനുമായിട്ട് EP ജയരാജനെ നല്ല കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയും കമ്പയർ ചെയ്യാനില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലില്ല, വലതുപക്ഷ രാഷ്ട്രീയത്തിലും ഇല്ല, ജീവിച്ചിരിക്കുന്ന ആരുമായിട്ടും കമ്പയർ ചെയ്യാൻ ഞാനില്ല. അതിൽ അത്ര വലിയ പണ്ടത്തരം ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ അതല്ല, VS ചില ഘട്ടങ്ങളിൽ കാണിച്ചിട്ടുള്ള ചില ട്രിക്കുകളുണ്ട്, ചില രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. നോക്കൂ, ഈ സെൽവരാജ് LDFിൽ നിന്ന് UDFിലേക്ക് മാറി മത്സരിക്കുന്ന സമയത്ത് ആ ഒരു സീറ്റിന് വേണ്ടി അവിടെ വലിയ മത്സരം നടക്കുമ്പോഴാണ് TP ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് അച്യുതാനന്ദൻ എത്തുന്നതും ശ്രദ്ധ മുഴുവൻ മാറുന്നതും ആ ഒരു അവസ്ഥയെ മാറുന്ന ഒരു കാഴ്ച നമുക്കറിയാം രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ. അത്തരത്തിൽ EP ജയരാജനും ഈ പറയപ്പെടുന്ന പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ പാർട്ടി വെട്ടിലാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും EP ജയരാജനില്ല.
സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയത്. പക്ഷേ ഇതിന്റെ ഉള്ളടക്കം പുസ്തകം പുറത്തു വരുന്നതിന് തന്നെ നമ്മുടെ പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കൾ എടുത്ത് പുറത്തിട്ടു. അതോടുകൂടി അതിന്റെ പിതൃത്വത്തിൽ നിന്ന് EP പിന്മാറുകയാണ് ചെയ്തത്. അദ്ദേഹം ചോദിച്ച ആ ഒരു ചോദ്യമാണ്, ഭയങ്കര നിഷ്കളങ്കമായി ചോദിച്ച ആ ഒരു ചോദ്യമാണ്, എന്റെ പുസ്തകത്തിന് അങ്ങനെ ഒരു പേരിടുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന രണ്ടാണ് ഈ കട്ടൻ ചായയും പരിപ്പോട്. അപ്പോൾ ആ പേരല്ലേ അവർക്ക് ഏറ്റവും നല്ല പേരല്ലേ? വ്യത്യസ്തമായ ഒരു പേരാണ്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ, അഭിഷേക് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പുസ്തകത്തിന് ഇടാൻ പറ്റുന്ന പേര് തന്നെയാണ്. പക്ഷേ ഈ പുസ്തകം ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ പോളിളക്കം സൃഷ്ടിക്കുമെന്ന് അഭിഷേകിന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഈ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു മുഖം തീർച്ചയായും കണ്ണൂർ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ്. ഈ പി ജയരാജൻ ഇത്തരത്തിലുള്ളൊരു വിവാദം ഉണ്ടാക്കൽ പണി ഇപ്പോഴും തുടങ്ങിയതല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തം ഉണ്ടെന്ന് പറയപ്പെടുന്ന, മകന് പങ്കാളിത്തം ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നിരുന്നു. ആ സമയത്ത് പാർട്ടി വളരെയധികം വെള്ളം കുടിച്ചതാണ്. അതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ കുറേ പ്രസ്താവനകൾ നടത്തുന്നു. പി ജയരാജൻ BJPയിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ വാതിലിനിടയിൽ നിന്നത് ഞാനാണെന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ പച്ചക്കള്ളമാണ് പറഞ്ഞതെന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെ, ശോഭാ സുരേന്ദ്രനുമായിട്ട് ഡൽഹിയിൽ പോയി ചർച്ച നടത്തുന്നു, കേരളത്തിൽ ചർച്ച നടത്തുന്നു. ഇത്തരത്തിൽ ഒന്നും വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ CPMനെ ഏറ്റവും അധികം വെള്ളം കുടിപ്പിക്കുന്നത് മറ്റു പാർട്ടികളല്ല, പി ജയരാജനാണ്. ഒരു ചരിത്രം അങ്ങനെയാണ്. പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പായാലും CPM ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പി ജയരാജനിലൂടെ. അല്ല, പി ജയരാജനെ പോലൊരു നേതാവിന് അത്രമാത്രം അസ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ ആ പാർട്ടിക്കുള്ള അദ്ദേഹം എന്തുമാത്രം അവഗണന നേരിടുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു തലവില്ലേ അതിന്? പാർട്ടിക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ, പാർട്ടിയുമായി ജീവിച്ചൊരു മനുഷ്യൻ, പാർട്ടിക്കാരനായി ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇത്രത്തോളം പ്രതിസന്ധികൾ ഈ നിർണായക ഘട്ടങ്ങളിൽ എടുത്തു വെച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ പാർട്ടിയിൽ എന്തുമാത്രം അവഗണന നേരിടുന്നുണ്ടാവും, നിലവിലെ നേതൃത്വത്തിനോട് എന്തുമാത്രം എതിർപ്പ് അദ്ദേഹത്തിനുണ്ടാകും. ഇതല്ലേ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടേ? തീർച്ചയായും അത് ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ? ലോകത്ത് എവിടെയൊക്കെ ഇടതുപക്ഷ ഭരണം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ഒരു മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു സുപ്രീം ലീഡർ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഏകാധിപത്യ രീതിയിലേക്കാണ് എല്ലായിടത്തും പോയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലും ഈ കൊലയൊന്നും ഇല്ലേന്നേ ഉള്ളൂ. പക്ഷേ ഈ സുപ്രീമസി തീർച്ചയായും ഉണ്ട്. പിണറായി വിജയനാണെങ്കിലും താനാണ് ഏറ്റവും വലുത്, തനിക്ക് ശേഷം തൻ്റെ പിൻഗാമി എന്ന രീതിയിൽ ഒരാളെ വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ തനിക്ക് സമകാലികരായ നേതാക്കൾ ഒരുപാട് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഇപ്പോൾ പി ജയരാജനായാലും അതുപോലെ കണ്ണൂരിൽ തന്നെ നിരവധി ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട്. പിണറായി വിജയൻ എന്ന ഒരു വൻമരത്തിൻ്റെ ചില്ലകളിലേക്ക് പോലും തൊടാൻ സാധിക്കാതെ പോയ തീർച്ചയായും ഒരുപാട് നേതാക്കളുണ്ട്. അത്തരത്തിൽ ആ ഒരു ഫ്രസ്ട്രേഷനുള്ള ഒരാൾ തന്നെയായിരിക്കും തീർച്ചയായും പി ജയരാജൻ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരുമ്പോൾ തീർച്ചയായും പരിഗണിക്കപ്പെടുമെന്നൊരു വിശ്വാസം തീർച്ചയായും അവർക്കൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനൊക്കെ ഒരു അപവാദമായി താൻ ഒന്നുമല്ല, കറിവേപ്പിലയാണ് പാർട്ടിയിലെന്ന ഒരു ചിന്ത തീർച്ചയായും അദ്ദേഹത്തിന് ഉണ്ടാകും. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മരുമകന് കൊടുക്കുന്ന അമിത പ്രാധാന്യം ഒക്കെ ഇവരെയൊക്കെ അസ്വസ്ഥരാക്കുന്നതിൽ ഒരു ഘടകമായി കൂടെ? തീർച്ചയായും മരുമകനാണ് തൻ്റെ പിൻഗാമി എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരത്തിൽ മറ്റുള്ള ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു KB ഗണേഷ് കുമാർ കേരളത്തിൽ ഏറ്റവും അധികം കോളിളക്കമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ഈ കൊല്ലം ജില്ലയിൽ എന്ത് സംഭവം നടന്നാലും അതിന് മുൻപിൽ നിന്ന് ഏകദേശം അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വരുമ്പോൾ ഏകദേശം 6-7 മൈക്കുകൾ അദ്ദേഹത്തിൻ്റെ മൈക്കിന് പകരം ബട്ടൺസ് വെക്കുന്ന, അല്ലെ ബട്ടൺസിന് പകരം മൈക്ക് വെക്കുന്ന ഒരു നേതാവ് തന്നെയാണ് KB ഗണേഷ് കുമാർ. അതിലൂടെ അദ്ദേഹത്തിന് ഒരു നിഷ്പക്ഷരായ രാഷ്ട്രീയക്കാർക്കിടയിൽ, വളരെ വലിയൊരു രാഷ്ട്രീയക്കാർക്കിടയിലല്ല പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അയാൾ ആ ഒരു രീതിക്കെതിരെ തുറന്നു പറയുന്നു. കേരളത്തിലെ ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്തുന്ന ഒരാളാണ് ഈ KB ഗണേഷ് കുമാർ എന്നൊക്കെ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ഗണേഷ് കുമാർ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അങ്ങനെ നടത്തിയ ജനകീയ ഇടപെടലുകളുടെയൊക്കെ പിന്നാമ്പറം പരിശോധിച്ച് ചെല്ലുകയും പിന്നെ മുന്നാമ്പറം പരിശോധിച്ച് കഴിഞ്ഞാൽ പറ്റും. ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയിട്ട് ഞാനിത് പറഞ്ഞു, വിഷയത്തെ മാറ്റിവിടുകയല്ല, ആയുർവേദ ആശുപത്രിയിലെ ഷോ ആണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഷോ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ഇതെന്താ ഇവിടെ തുടക്കാത്ത, ഞാൻ പൈസ മുടക്കിയതല്ലേ? 5-ാമത്തെ ദിവസം അതിന്റെ റൂഫ് എല്ലാം കൂടെ താഴെ വീണായിരുന്നു. പിന്നെ അടുത്തൊരു ഷോ എന്ന് പറയുന്നത് ജർമ്മൻ ടെക്നോളജിയിൽ പണിഞ്ഞ റോഡാ. അവിടെ നെല്ല് വിതച്ച് നെല്ല് കൊയ്ത് അതുകൊണ്ട് നെല്ല് കുത്തിയോടെ കഞ്ഞി വെച്ച് കുടിച്ചു എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് അത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയ നേതാവായ ഗണേഷ് കുമാറിന്റെ ഇപ്പോൾ ഒരു വീഡിയോ പോലും കാണാനില്ല. പകരം നിറഞ്ഞു നിൽക്കുന്നത് മന്ത്രാലയം പണിത ഹൈവേകളിൽ നെഞ്ചുപിരിച്ച് നടന്നു നീങ്ങുന്ന, പണ്ട് ബ്രണ്ണൻ കോളേജിന്റെ വരാന്തകളിലൂടെ
ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലൂടെ നടന്ന് നീങ്ങുന്ന പിണറായി വിജയൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി ഉണ്ടാക്കിയ ഹൈവേയിലൂടെ നെഞ്ചു വിരിച്ച് നടന്ന് നീങ്ങുന്ന മുഹമ്മദ് റിയാസിൻ്റെ ചിത്രങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്ലെയിനിൽ ടാറ്റ കൊടുക്കുന്ന മുഹമ്മദ് റിയാസ് ഉണ്ട്. വയനാട് ടൂറിസത്തിന്റെ ഭാഗം വയനാട് ചുരത്തിലെ കാടമുട്ടയുടെ കഥ പറയുന്ന മുഹമ്മദ് റിയാസ് ഉണ്ട്. പ്രളയ ഭീഷണിയിൽ മലയാളി നെട്ടോട്ടം ഓടുമ്പോൾ കട്ടൻ ചായയും പാട്ടും ഇന്നോവ കാറും. കേരള ടൂറിസത്തിന് ഇത്രയധികം സംഭാവനകൾ ചെയ്യുന്ന ഒരു മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ വേറെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ കേരള ടൂറിസം കണ്ടുപിടിച്ചതേ അദ്ദേഹമാണ്. അതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റൊരു വിഷയമാണ് ഇ പി ജയരാജൻ. അപ്പോൾ ഇവരൊക്കെ വളർന്നു വരുമ്പോൾ ഈ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ ഈ പി ദിവ്യക്ക് കിട്ടുന്ന പരിഗണന പോലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇ പി ജയരാജന് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി മാത്രമാണോ കിട്ടാത്തത്? അല്ല, ഇ പി ജയരാജൻ മാത്രമല്ല, പിണറായിയുടെ തണലിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ പറ്റാതെ തന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായ ഒരുപാട് ജീവിതങ്ങൾ അവിടെ ഉണ്ട്. തീർച്ചയായും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷനുകൾ കൊണ്ടായിരിക്കാം ഇ പി ജയരാജൻ കട്ടൻ ചായയും പരിപ്പോടയും തൻ്റേതല്ല എന്ന് എപ്പോഴും പറയുന്നത്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ DC ബുക്സിന്റെ പുറത്തു വരും, എന്തായാലും പുറത്തു വരും. അദ്ദേഹത്തിന് മാതൃഭൂമി ബുക്സിൽ പ്രസിദ്ധീകരിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ DC ബുക്സിൽ എങ്ങനെയാണ് തൻ്റെ ആത്മകഥ വരുന്നതെന്ന് തനിക്കറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇദ്ദേഹം എഴുതിയതാണോ, ഇദ്ദേഹത്തിന് വേണ്ടി DC ബുക്സ് ആളെ വെച്ച് എഴുതിപ്പിച്ചതാണോ എന്ന് കൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതെ. എന്തായാലും തീർച്ചയായും ഈ DC ബുക്സിലെ കണിയാന്മാരെ ഒന്നുകൂടി സമ്മതിച്ചു കൊടുക്കണം. അവരെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്റർവ്യൂവിന് വിട്ടു തരണം. ഞങ്ങൾക്കും കുറച്ച് ബോധവും ഭാവിയും പലരുടെയും കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തായാലും സരിന്റെ ഭാവി ആ കണിയാന്മാരെ അത് കുറിച്ചിട്ടുണ്ട്. അതിന് CPM കൊടുക്കുന്ന ഒരു ശിക്ഷ, ചെറിയൊരു ശിക്ഷ പോലെ ഇ പി ജയരാജൻ അടുത്ത ദിവസങ്ങളിൽ വ്യാഴാഴ്ച സരിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങണം എന്നൊരു രീതിക്ക് CPM-ൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആരോപണങ്ങൾക്ക് മുരളീധരൻ പ്രചരണത്തിന് ഇറങ്ങി മറുപടി കൊടുത്ത പോലെയാണ്. അതെ. എന്തായാലും വരും ദിവസങ്ങളിൽ കട്ടൻ ചായയും പരിപ്പോടയും ഉണ്ടാക്കി വെക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്നതാണ്.